2 പെണ്ണും. ഇതിൽ രണ്ടാമത്തെ കുട്ടിയാണ് രാധിക യാദവ്. ദീപക് യാദവ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഈ ഒരു കുടുംബത്തിനില്ല. മക്കൾ 3 പേരും എന്ത് ചോദിച്ചാലും ദീപക് അത് വാങ്ങിക്കൊടുക്കും. അത്രമേൽ ഇഷ്ടമാണ് ഈ അച്ഛന് 3 മക്കളെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഹരിയാനയിലെ വലിയൊരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ് മക്കളെ ഇയാൾ പഠിപ്പിച്ചിരുന്നത്. രാധികയ്ക്ക് സ്കൂൾ കാലം മുതലേ ടെന്നീസിൽ ഭയങ്കര കമ്പമായിരുന്നു. സ്കൂളുകാർ ഇത് മനസ്സിലാക്കി രാധികയുടെ അച്ഛനായ ദീപകിനോട്, നിങ്ങളുടെ മകൾക്ക് ടെന്നീസിൽ നല്ല ടാലൻ്റാണ് ഉള്ളത്, അതുകൊണ്ട് നല്ലൊരു കോച്ചിങ് കൊടുത്താൽ ഇവൾ സാനിയ മിർസയെ പോലെ ഭാവിയിൽ തിളങ്ങുമെന്ന് പറയുന്നു. ഇത് കേട്ട് വളരെ സന്തോഷം തോന്നുകയാണ് ദീപകിന്. കാരണം തൻ്റെ മകൾക്ക് ഇത്രയും ഒരു ടാലൻ്റ് ഉണ്ടല്ലോ എന്നറിഞ്ഞതിൽ. അത് കേട്ട് വളരെ സന്തോഷം തോന്നിയ ദീപക് ആ ഏരിയയിലെ ഏറ്റവും നല്ലൊരു കോച്ചിനെ തന്നെ കണ്ടുപിടിച്ച് രാധികയെ ടെന്നീസ് പഠിക്കാൻ വിടുകയാണ്. രാധിക അതുപോലെ തന്നെ ടെന്നീസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് സ്വന്തം നാട്ടിലും വെളിനാട്ടിലുമൊക്കെ പല മത്സരങ്ങളിലും പങ്കെടുത്ത് മെഡലുകളൊക്കെ വാരിക്കൂട്ടാൻ തുടങ്ങി. 19ാമത്തെ വയസ്സിൽ തന്നെ രാധിക പല മെഡലുകളും ഇന്ത്യക്ക് വേണ്ടി വാരിക്കൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് മുംബൈയിൽ നടന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ രാധിക മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആ ടൂർണമെൻറ്റിലെ ഒരു മാച്ചിൽ രാധിക പരാജയപ്പെടുകയാണ്. അതിന് കാരണം രാധികയുടെ തോളിനൊരു വേദന വന്നു. ആ തോൾ വേദന ഡോക്ടർ പരിശോധിച്ചതിൽ അവൾക്ക് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി വേണമെന്നും പറയുന്നു. ഇത് രാധികയും കുടുംബത്തിനെയും വല്ലാതെ തളർത്തി. അങ്ങനെ രാധികയുടെ സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിയുകയാണ്. സർജറിയൊക്കെ കഴിഞ്ഞ് രാധിക വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അത്ര പെട്ടെന്നൊന്നും ഒരു മത്സരത്തിന് മുന്നിൽ കളിക്കാൻ പറ്റില്ല എന്ന വിഷമം ഉള്ളിലൊതുക്കിയിരുന്ന രാധികയ്ക്ക് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കോച്ചിങ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത വരികയാണ്. ആ ഒരു തോന്നൽ രാധിക അച്ഛനോടും പറയുന്നു. ഒരു ടെന്നീസ് കോർട്ട് വാടകയ്ക്കെടുത്ത് തരാനും അവൾ അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. ആദ്യം ദീപക് അതിനൊന്നും സമ്മതിച്ചില്ല. ഇപ്പോൾ നീ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, അതിൻ്റെ ഇടയിൽ ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും മകളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാൻ അയാൾക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു ടെന്നീസ് കോർട്ട് വാടകയ്ക്കെടുത്ത് കൊടുക്കുകയാണ് ദീപക് മകൾക്ക് വേണ്ടി. ഒരുപാട് കുട്ടികൾക്ക് കോച്ചിങ് ഒക്കെ കൊടുത്ത് രാധിക ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമമൊക്കെ മറന്ന് മുന്നോട്ട് പോവുകയാണ്. ദീപകിനും ഭാര്യ മഞ്ജുവിനും മകളുടെ ഈ ഒരു വിജയം കണ്ട് വളരെ സന്തോഷം തോന്നി. എല്ലാം അങ്ങനെ നല്ലപടി പൊയ്ക്കൊണ്ടിരിക്കെയാണ് 2025 ജൂലൈ 10 രാവിലെ മഞ്ജു യാദവ് മുറ്റത്ത് തുണി കഴുകി ഉണക്കാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്നും ഒരു വലിയ ശബ്ദം അവർ കേൾക്കുകയാണ്. അവർ മാത്രമല്ല, നാട്ടുകാർ മുഴുവനും ആ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട് മഞ്ജു യാദവും നാട്ടുകാരും ഒക്കെ വീട്ടിനുള്ളിലേക്ക് ഓടുകയാണ്. എന്താണെന്ന് നോക്കണ്ടേ? എന്തായിരിക്കും ആ വീടിനുള്ളിൽ അപ്പോൾ സംഭവിച്ചത്? മഞ്ജു യാദവിൻ്റെ വീട്ടിലാണോ ഇനി ആ ശബ്ദം കേട്ടത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. രാധികയുടെ കോച്ചിങ് സെൻറ്ററിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം കടന്നു വരികയാണ്. അയാൾ വന്നത് ടെന്നീസ് പഠിക്കാനൊന്നുമല്ല, മറിച്ച് ആ പയ്യൻ ഒരു യൂട്യൂബർ ആയിരുന്നു. ഏതാണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ചാനലാണ് അവൻ്റെത്. അവൻ രാധികയോട് വന്ന് പറയുന്നത്, നിങ്ങൾ ആരായിരുന്നുവെന്നും നിങ്ങളുടെ കഥ എന്താണെന്നും എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കൽ ആൽബത്തിൽ നിങ്ങളൊന്ന് അഭിനയിക്കുമോ എന്നായിരുന്നു. രാവിലെയും വൈകുന്നേരവും മാത്രമല്ലേ കോച്ചിങ് ഉള്ളൂ, ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുകയല്ലേ എന്ന് കരുതി രാധിക അതിനെന്താ ഞാൻ അഭിനയിക്കാം എന്ന് ആ പയ്യനോട് വാക്കും പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. അങ്ങനെ ആ മ്യൂസിക് ആൽബത്തിൽ രാധിക നന്നായി അഭിനയിച്ചു. അതിനുശേഷം ആ ആൽബം വീഡിയോ രാധികയും ഫേസ്ബുക്കിലും തനിക്കറിയാവുന്ന വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ്റെ സമ്മതത്തോടെയാണ് ഇതൊക്കെ ഇട്ടത്. കാരണം അതുവഴി അവന് കുറെ കൂടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമല്ലോ എന്നാണ് രാധിക ചിന്തിച്ചത്. ഇത് കണ്ട് എല്ലാവരും വന്ന് വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ രാധികയെ അഭിനന്ദിച്ചെങ്കിലും മറ്റുള്ളവരുടെ വളർച്ചയിൽ എന്തേലും നെഗറ്റീവ് പറഞ്ഞ് അവരെ തളർത്താൻ എല്ലാ നാട്ടിലും ചില ആൾക്കാരുണ്ടെന്ന് പറയും പോലെ തന്നെ ഇവിടെയും അത് സംഭവിക്കുകയാണ്.
രാധികയുടെ നാട്ടുകാരിൽ കുറേയെണ്ണം തന്നെ അവളുടെ പിറകിൽ നിന്നുകൊണ്ട് അവളെപ്പറ്റി പല അപവാദങ്ങളും മോശം കമൻസും ഒക്കെ ഇങ്ങനെ പടച്ചു വിടാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും രാധിക അറിഞ്ഞതേയില്ല. അവൾ സദാസമയവും തൻ്റെ ജോലിയിൽ മുഴുകി ബിസിയായിരുന്നു. ദീപകിനെ എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി കോച്ചിങ് സെൻറ്ററിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് രാധിക സ്വന്തം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി പോരുകയാണ്. ഈ ആൽബം സോങ് ദീപകിനെ ചില നുണപിടിച്ച നാട്ടുകാർ കാണിച്ചു കൊടുത്തു. എന്നാൽ ദീപക് അതൊന്നും അത്ര മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ്. നാളുകൾ കടന്നു പോയതും നാട്ടുകാർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അവർ ദീപകിനോട് ചില വിഷയങ്ങൾ കുത്തും മുനയും വെച്ച് പറഞ്ഞു ഏഷണി കയറ്റാൻ തുടങ്ങി. അവർ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ എന്തിനാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? നിന്റെ മോളിപ്പോൾ വലിയ കോച്ചും കൈനിറച്ച് പണം സമ്പാദിക്കുന്നവളുമൊക്കെ അല്ലേ? പോരാത്തതിന് ഇപ്പോൾ ആൽബത്തിലൊക്കെ അഭിനയിച്ച് പ്രശസ്തിയും പണമൊക്കെ കൂടുകയും ചെയ്തുവല്ലോ. ഇനി നീ നിന്റെ മകളുടെ കൂടെ നിന്റെ ജോലിയും കളഞ്ഞ് അവളുടെ അസിസ്റ്റൻ്റായിട്ട് നടന്നുകൂടെ എന്നൊക്കെ ഈ അച്ഛനോട് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം കയറിയ ദീപക് വീട്ടിലേക്ക് പാഞ്ഞു വന്നപ്പോൾ ഹാളിൽ തൻ്റെ മകള് കോച്ചിങ് സെൻറ്ററിൽ നിന്നും കിട്ടിയ പണം അമ്മയെ കാണിച്ചിട്ട് വീട്ടിൽ ചെലവിനും മറ്റും കുറച്ച് പൈസ അമ്മയുടെ കയ്യിൽ വച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. അയാൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. താൻ ചിലവിന് കൊടുത്തിരുന്ന സിസ്റ്റം മാറി ഇപ്പോൾ മകള് പൈസ കൊടുക്കുന്നത് അയാളിൽ ഒരുതരം കോംപ്ലക്സ് ഉണ്ടാക്കി. രാധികയോട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ആൽബം സോങ് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്യാനും ദീപക് പറയുകയാണ്. അച്ഛന് ഇഷ്ടമില്ലാത്തത് ഒന്നും വേണ്ട എന്ന് കരുതി രാധിക എല്ലാം സ്ഥലത്ത് നിന്നും ആ വീഡിയോ റിമൂവ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമും എല്ലാം റിമൂവ് ചെയ്തു. ഇത് മാത്രമല്ല, ഇനി മേലാൽ ഇങ്ങനെ അഭിനയിക്കാൻ പോകരുതെന്നും എന്നെ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെടുത്തരുതെന്നും അയാൾ രാധികയോട് ദേഷ്യത്തിൽ പറഞ്ഞു. അച്ഛൻ്റെ ഈ ഒരു മാറ്റം രാധികയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടാക്കി. അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ദിവസം തൊട്ടടുത്ത ഗ്രാമത്തിൽ പശുവിൻ പാല് വാങ്ങാനായി ദീപക് പോവുകയാണ്. അവിടെ ദീപകിനെ അറിയാവുന്ന മുതിർന്ന കുറച്ച് ആൾക്കാർ ചില കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. എന്തെന്നാൽ, നിന്റെ മകള് കുട്ടി ഉടുപ്പും നിക്കറുമൊക്കെ ഇട്ട് കളിയെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ, നീ അവൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വരുമാനത്തിൽ ഇങ്ങനെ നാണമില്ലാതെ ജീവിക്കുകയാണല്ലോ എന്ന്. ഇത് കേട്ട ദീപക് കലി കയറി വീട്ടിൽ വന്ന് രാധികയോട് ഇനി കോച്ചിങ് സെൻറ്ററും വേണ്ട, ഒന്നും വേണ്ട, മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ്റെ ആഗ്രഹത്തിന് വില കൊടുത്തിരുന്ന രാധികയ്ക്ക് ടെന്നീസ് വിടാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവൾ ശക്തമായി അച്ഛനെതിരെ പ്രതികരിച്ചു. അച്ഛൻ ആൽബത്തിൽ അഭിനയിക്കരുതെന്നും സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. പക്ഷേ ഈ പറഞ്ഞത് ഒരിക്കലും എന്നെക്കൊണ്ട് അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു കൊല്ലത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ കോർട്ടിലിറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ അച്ഛൻ ഇടപെടരുത്, ഇത് എൻ്റെ കരിയറാണെന്ന് രാധിക ശക്തമായി പറഞ്ഞു. ഇന്ന് വരെ തൻ്റെ എതിർത്ത് തൻ്റെ മുഖത്ത് നോക്കി ഒരക്ഷരം മറുത്തു പറയാത്ത മകള് ഇത്രയും മറുപടി പറഞ്ഞത് ദീപകിന് അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇത് അയാളിൽ രാധികയോട് നല്ലൊരു വിരോധമുണ്ടാക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നാട്ടുകാരുടെ ഏഷണി കയറ്റലും കൂടി ആയപ്പോൾ ദീപകിന് രാധിക ശത്രുവായി തുടങ്ങി. ഓരോ ദിവസം ചെല്ലുന്തോറും വെറുക്കാൻ തുടങ്ങി. ആ വെറുപ്പ് അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നൊരു തീരുമാനത്തിൽ ആ അച്ഛനെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എല്ലാ പേരും ഉറക്കം എഴുന്നേറ്റു. ദീപക് പാല് വാങ്ങാനായി പതിവ് പോലെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കും പോയി. രാധിക അന്ന് രാവിലെ കൂടുതൽ നേരം കിടന്നിത്തിരി ഉറങ്ങുകയാണ്. അപ്പോഴാണ് കോച്ചിങ് സെൻറ്ററിൽ നിന്നും കുട്ടികളുടെ ഫോൺ കോൾ വരുന്നത്. എല്ലാവരും കോച്ചിങ്ങിന് വന്നെത്തിയെന്നും ടീച്ചർ എപ്പോഴാണ് വരുന്നതെന്നും ചോദിച്ചാണ് കുട്ടികൾ ഫോൺ വിളിച്ചത്. ഇത് കേട്ടയുടനെ രാധിക 9 മണിയോടെ അടുക്കളയിലേക്ക് വരികയാണ്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കോച്ചിങ് സെൻറ്ററിലേക്ക് പോകാൻ. അടുക്കളയിൽ വന്നപ്പോഴാണ് അമ്മ മഞ്ജു യാദവ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ തുണി നനച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാധിക അറിയുന്നത്. ശരി, ബ്രേക്ക്ഫാസ്റ്റ് താൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് രാധിക അടുക്കളയിലേക്ക് കയറി. ആ സമയം പാല് വാങ്ങി വീട്ടിൽ വന്ന ദീപക് ലൈസൻസ് ഉള്ള അയാളുടെ ഗണ്ണെടുത്ത് പുറംതിരിഞ്ഞു നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാധികയുടെ മുതുകിൽ 5 തവണ പ്രയോഗിക്കുകയാണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ചെയ്തതുകൊണ്ടാവണം ആ 5 ബുള്ളറ്റും രാധികയുടെ ഹാർട്ടിൽ തന്നെ തുളഞ്ഞു കയറി. ഒരു ബുള്ളറ്റ്
ആ ശബ്ദം കേട്ട് ഓടി വന്ന മഞ്ജുവും നാട്ടുകാരും ഇവരുടെ കുറച്ച് ബന്ധുക്കളും രാധികയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തന്നെ രാധിക മരണപ്പെട്ടിരുന്നു. ഇതേ സമയം ദീപക് നേരെ ഓടിയത് ടെറസിലേക്കാണ്. നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വന്ന് ദീപകിനെ പിടിച്ചു. മകളെ കൊന്ന ശേഷം ദീപക് ടെറസിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: പറഞ്ഞാൽ അനുസരിക്കാത്ത മകളെ ഞാൻ കൊന്നു എന്ന്. അയാൾ ഉച്ചത്തിൽ അത് പറഞ്ഞിങ്ങനെ നിലവിളിച്ച് കൂവുകയാണ്. പോലീസ് ഇതിൽ പറയുന്നത് എന്തെന്നാൽ, നാട്ടുകാർ പറഞ്ഞു കൊടുത്ത ഗോസിപ്പുകൾ വിശ്വസിക്കുകയും മകൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിലുമുള്ള അസൂയമാണ് ഇയാളെ ഈ ഒരു അരുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ്. എന്തായാലും ഈ കേസിൽ വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. കേസ് വെറും 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ്. എന്താണ് ഇതിലെ വിധിയെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നിങ്ങൾക്ക്